ഇന്നത്തെ റെസിപ്പി ഒരു മോരുകറി ഉണ്ടാക്കുന്നതാണ്. മോരുകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈല് നിങ്ങളെ ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. കാരണം എൻ്റെ അമ്മമ്മ, അതായത് അമ്മയുടെ അമ്മ ഇങ്ങനെയാണ് മോരുകറി വെക്കാറ്. അപ്പോൾ ചില ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും വെക്കുന്നത്. പല രീതിയിൽ നമ്മൾ മോരുകറി ഉണ്ടാക്കും, പക്ഷേ ഞാൻ വെക്കുന്ന രീതി ഇവിടെ ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നമുക്ക് കുറച്ച് ദിവസം ഇത് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പുറത്ത് വെച്ചാലും കേടാവൊന്നുമില്ല. നല്ല മോരുകറിയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക്, കറിവേപ്പില, ചെറിയ ജീരകം, ഉലുവ ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. അത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് സവാള അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നല്ലതുപോലെ വഴട്ടണം. നല്ലതുപോലെ വഴട്ടണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കരിയരുത്. അപ്പോൾ ഒരു ഒരു എല്ലാ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എനിക്കിവിടെ മഞ്ഞൾപ്പൊടി കുറവായിരുന്നേ. പിന്നെ ഞാൻ ഒരു നുള്ളു മുളക് പൊടി ചേർക്കും കേട്ടോ. അത് എന്തോ അറിയില്ല, അങ്ങനെ ആ മോരുകറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന്. അതിന് ശേഷം ഇത്തിരി കായം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കട്ടക്കായമാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാട്ടോ കറിക്ക്. അപ്പോൾ ഇത് എത്ര ഇട്ടാലും ഇതിനകത്ത് ഒരു സ്മെല്ല് ഒന്നും കാണത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി കൂടുതൽ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ചില ആൾക്കാർ വെള്ളവും തൈരും കൂടെ ഒരുമിച്ചായിരിക്കും ചേർക്കുന്നത്, പക്ഷേ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ തിളപ്പിച്ച് അതിന് ശേഷം ഉപ്പിടും. ഉപ്പിട്ട് കഴിഞ്ഞിട്ടാണ്, നല്ല തിള വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് തൈര് ചേർക്കുന്നത്. നല്ല കട്ട തൈര് കിട്ടും കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്ക് തൈര് ചേർത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിത് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ചെറിയൊരു ചൂട് മതി. കാരണം വെള്ളം നല്ല തിളച്ച് കിടക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ അതിനകത്തോട്ട് ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞൊന്നും പോവില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി, ചെറിയൊരു ചൂട് അത്ര മാത്രം മതി. കാരണം ആ വെള്ളം നല്ല തിളച്ച് നല്ല ചൂടുണ്ട്, എന്നാലും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് നല്ല അടിപൊളി മോര് കിട്ടും. ഇവിടെ പിന്നെ ഒരുപാട് വെള്ളം ചേർക്കുന്ന ഇഷ്ടമല്ല, അതൊക്കെ കുറുകിയ മോരാണ് ഇഷ്ടമേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.